ഹോളിവുഡിന്റെ കുന്നിൻ മുകളിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഗ്രിഫിത്ത് പാർക്കിലെ ഗ്രിഫിത്ത് ഒബ്സർവേറ്ററിയാണിത്. ഇന്ന് ഇതിനുള്ളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. കെട്ടിടത്തിന്റെ ബാൽക്കണിയിലൂടെ നടന്ന് താഴ്വാര കാഴ്ചകൾ കാണാം. ശാസ്ത്രജ്ഞർക്ക് മാത്രം വിപുലമായ സങ്കേതത്തിലൂടെ വാനനിരീക്ഷണം സാധ്യമായിരുന്ന ഒരു കാലത്ത് സാധാരണ ജനങ്ങൾക്ക് കൂടി ആ അപൂർവ ദൃശ്യങ്ങൾ പ്രാപ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിതമായതാണ് ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി. വാനനിരീക്ഷണ നിലയം എന്നതിലുപരി ബഹിരാകാശ ശാസ്ത്ര സംബന്ധിയായ വലിയ പ്രദർശനവും ഇവിടെ നടക്കുന്നുണ്ട്. 1933 മുതലുള്ള 2 വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. ലാലുവിനെ സെൽഫി ഹരം പിടികൂടിയിരിക്കുകയാണ്. ഒബ്സർവേറ്ററിയുടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ താഴ്വാരത്തേക്കുള്ള കാഴ്ച ഇതാണ്. വരണ്ട മലനിരകൾ, അതിന്റെ താഴ്വരയിൽ വിശാലമായ ലോസ് ആഞ്ചലസ് നഗരം. ദൂരെ നിഴൽ രൂപങ്ങളായി ലോസ് ആഞ്ചലസ് ഡൗൺ ടൗണിലെ അമ്പരചുംബികൾ. ഏറ്റവും വിരസമായ ഉണങ്ങിയ ഈ കുന്നുകളിൽ നിന്ന് തന്നെയാണ് ലോകത്തെ ഏറ്റവും രസിപ്പിക്കുന്ന സിനിമകളും പിറവിയെടുക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ കുറെ ചെറുപ്പക്കാർ ഇരിപ്പുണ്ട്. ചിത്രം വരയിലാണവർ. ഐപാഡിലും കടലാസിലുമെല്ലാം വരയ്ക്കുന്നുണ്ട്. ഏതോ ആർട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. പഠനത്തിന്റെ ഭാഗമായ ഫീൽഡ് ട്രിപ്പിലാണിവർ. എല്ലാവരും കൂടിയിരുന്ന് തങ്ങൾ കാണുന്ന ഒരു കാഴ്ചയെ അവരുടേതായ ആംഗിളിൽ വരയ്ക്കുന്നു. ഇവരുടെ പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഇത്തരം ഫീൽഡ് ട്രിപ്പുകളും ചിത്രം വരയും. ഒബ്സർവേറ്ററിയുടെ സമീപത്തു നിന്നും ഗ്രിഫിത്ത് പാർക്കിലൂടെ സിറിയക് ആലഞ്ചേരിയുടെ കാറിൽ യാത്ര തുടരുകയാണ്. പാർക്കിന്റെ പല ഭാഗങ്ങളും ഇങ്ങനെ ഗോൾഫ് കോഴ്സുകളായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. വരണ്ട കുന്നിൻ ചെരുവുകളിൽ കൃത്യമായി വെള്ളം നൽകി നിലനിർത്തുന്ന പുൽത്തകിടികൾ. കുന്നുകളിലാകട്ടെ മരുപ്രദേശങ്ങളിൽ കാണുന്ന തരം ചെടികളും മരങ്ങളും. ഗ്രിഫിത്ത് പാർക്കിനെ പലപ്പോഴും കാട്ടുതീ ആക്രമിക്കാറുണ്ട്. 2007 ഇവിടെയുണ്ടായ ഭീകരമായ കാട്ടുതീ നേരത്തെ കണ്ട ഗ്രിഫിത്ത് ഒബ്സർവേറ്ററിക്ക് വരെ വലിയ നാശമുണ്ടാക്കിയിരുന്നു. ഭൂകമ്പങ്ങളുടെയും ഒരു കേന്ദ്രമാണിത്. എന്നാൽ അത്തരം പ്രകൃതികോപങ്ങളെയെല്ലാം മെരുക്കി മനുഷ്യൻ ഇവിടം നല്ലൊരു ആവാസ മേഖലയായി മാറ്റിയിരിക്കുന്നു. വഴിയോരത്ത് കാണുന്ന വമ്പൻ വീടുകൾ മിക്കതും സിനിമാ വ്യവസായത്തിലൂടെ കോടീശ്വരന്മാരായവരുടേതാണ്. എന്നാൽ സിനിമാ മോഹവുമായി വന്ന് ഒന്നുമാകാതെ പോയവർ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നൊരു പ്രദേശം കൂടിയാണ് ഹോളിവുഡ്. സിനിമയിലോ അനുബന്ധ വ്യവസായങ്ങളിലോ ഒരു ജോലി തരപ്പെടുത്തുന്നതിനായി എത്തിയ അതിസാഹസികർ തന്നെയായിരുന്നു അവർ. മിക്കവരും സിനിമയിലൊന്ന് മുഖം കാണിക്കുക എന്ന ലക്ഷ്യവുമായി വന്നിരുന്നവർ തന്നെ. അവരിവിടെ വന്നാൽ അത്യാവശ്യം പണം കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നു ചേരും. പണമില്ലാതെ കല മാത്രം കൈമുതലാക്കി വരുന്നവരാണെങ്കിൽ താരങ്ങളും സംവിധായകരും പ്രൊഡ്യൂസർമാരുമൊക്കെ എത്തുന്ന ഇടങ്ങളിൽ ചെന്ന് അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കും. വരണ്ട കുന്നിൻ പ്രദേശമാണ് ഹോളിവുഡ് എന്ന് പറയാമെങ്കിലും സെലിബ്രിറ്റികളുടെയും മറ്റും വാസപ്രദേശങ്ങളിൽ കാഴ്ച ഇതാണ്. മനോഹരമായ പുൽത്തകിടിയും അതിൽ നട്ടുവളർത്തുന്ന മരങ്ങളും. വലിയ സമ്പന്നരുടെയും ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും പാർപ്പിടങ്ങളുണ്ട്. ആർക്കും മിനിമം സൗകര്യങ്ങളെങ്കിലും നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രത്യേകത. പ്രത്യേക തരത്തിലുള്ള ഒരു കെട്ടിടത്തിന് സമീപത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സയന്റോളജി എന്ന താരതമ്യേന പുതിയൊരു വിശ്വാസി സമൂഹത്തിന്റെ കേന്ദ്രമാണിത്. ആലഞ്ചേരിക്ക് ഇവിടെ പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക് കയറുന്നത്. സയന്റോളജിയെക്കുറിച്ച് എനിക്ക് കേട്ടറിവുണ്ട്. അത് മലയാളികളെ ഒന്ന് പരിചയപ്പെടുത്താമെന്നും വെച്ചു. കേന്ദ്രത്തിലെ പ്രധാന ഹാളാണിത്. ഇത് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല. അടുത്തുതന്നെ സയന്റോളജിയുടെ ഇവിടുത്തെ പ്രധാന ഓഫീസ് പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. മനോഹരമായ ഒരു ഉദ്യാനം. അതിൽ ഇക്കാണുന്ന കെട്ടിടത്തിലാണ് സയന്റോളജിയുടെ ആസ്ഥാനം. ഞങ്ങൾ ആ ഓഫീസിലേക്ക് കയറി ചെന്നു. മനോഹരമായി സജ്ജീകരിച്ച ഒരു കാര്യാലയം. അമേരിക്കൻ സയൻസ് ഫിക്ഷൻ രചയിതാവായ എൽ റോൺ ഹെബ്ബാർഡിന്റെ ചിന്തകളെ ആസ്പദമാക്കി രൂപപ്പെട്ട ഒരു പ്രത്യേക വിശ്വാസമാണ് സയന്റോളജി. 1953 ഹെബ്ബാർഡ് ന്യൂജേഴ്സി ആസ്ഥാനമാക്കി ചർച്ച് ഓഫ് സയന്റോളജി ആരംഭിക്കുന്നത്.
സയന്റോളജി സമൂഹത്തിലെ ഈ സ്ത്രീ സിറിയക്കിന്റെ പരിചയക്കാരിയാണ്. സ്ത്രീ തങ്ങളുടെ സമൂഹത്തെക്കുറിച്ച് വാചാലയായി. ഞങ്ങളെ കൂടി അതിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഇതുവഴി വരാമെന്ന് പറഞ്ഞ് സയന്റോളജി സെന്ററിൽ നിന്നും ഞങ്ങൾ പുറത്തു കടന്നു. സിറിയക്കിന്റെ കാറിൽ വീണ്ടും യാത്ര. ഇങ്ങനെ പോകുമ്പോൾ സയന്റോളജിയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. തീറ്റൻ എന്ന് സയന്റോളജി വിശേഷിപ്പിക്കുന്ന ആത്മാവാണ് അവരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദു. മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന വ്യത്യസ്തമായൊരു സംഗതിയാണ് ആത്മാവെന്നും അവർ പറയുന്നു. അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്പിലും പ്രചാരം നേടി വരികയാണ് സയന്റോളജി. എന്നാൽ കുറ്റവാളികളുടെ കൂട്ടായ്മയാണ് ആ സംഘടനയെന്ന ആക്ഷേപവും നിലവിലുണ്ട്. 1970കളിൽ സയന്റോളജി സമൂഹത്തിലുള്ളവർ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. സൺസെറ്റ് ബൊളവാർഡ് എന്ന പാതയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഹോളിവുഡിന്റെ അനുബന്ധമായുള്ള ധാരാളം സ്ഥാപനങ്ങൾ വഴിയുടെ ഇരുവശത്തും കാണാം. ചാർലി ചാപ്ലിൻ ഒരു കാലത്ത് ദുരിതപൂർണമായ ജീവിതവും പിന്നീട് സമ്പന്ന ജീവിതവും നയിച്ചതും മെർലിൻ മൺറോയെപ്പോലുള്ള താരങ്ങൾ പ്രശസ്തിയുടെ കൊടുമുടിയിലേറി വസിച്ചിരുന്നതും ഈ ബൊളവാർഡിന് സമീപത്തുള്ള വീടുകളിലായിരുന്നു. ഇത് ഹോളിവുഡ് ഹൈസ്കൂളാണ്. 1903 സ്കൂൾ സ്ഥാപിതമായത്. ഈ സ്കൂളിൽ പഠിച്ച 100-ലേറെ പേർ പിന്നീട് ഹോളിവുഡിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. സൺസെറ്റ് ബൊളവാർഡിൽ ധാരാളം ലോഡ്ജുകളും ഹോട്ടലുകളുമുണ്ട്. ഹോളിവുഡ് സിനിമകളിലും TV സീരിയലുകളിലും ചാൻസ് തേടി അലയുന്ന ആളുകളുടെ തെരുവാണ് സൺസെറ്റ് ബൊളവാർഡ് എന്ന് പറയാം. ഇരുവശത്തുമുള്ള പല കെട്ടിടങ്ങളിലും ഗംഭീര റെസ്റ്റോറന്റുകളും പ്രവർത്തിക്കുന്നു. ഹോളിവുഡ് താരങ്ങളും സംവിധായകരും നിർമ്മാതാക്കളുമെല്ലാം വൈകുന്നേരങ്ങളിൽ ഇത്തരം റെസ്റ്റോറന്റുകളിൽ വരുന്നത് പതിവാണ്. ചാൻസ് തേടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തുന്നവർ പലരും ആദ്യം ചെയ്യുക ഇത്തരം ഒരു റെസ്റ്റോറന്റിൽ പരിചാരകന്റെ ജോലി സമ്പാദിക്കുകയാണ്. അങ്ങനെ റെസ്റ്റോറന്റിൽ വരുന്ന താരങ്ങളുമായും സംവിധായകരുമായി മെല്ലെ ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യും. റെസ്റ്റോറന്റിൽ വെച്ച് തന്നെ ചില പെർഫോമൻസ് നടത്തി സംവിധായകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നവരും ധാരാളം. അപ്രതീക്ഷിതമായിട്ടാവും അവർക്ക് ഹോളിവുഡിലേക്കുള്ള വഴി തുറന്നു കിട്ടുക. പെർഫോമറായ പരിചാരകനോട് അടുത്ത ദിവസം ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ വന്ന് തന്നെ കാണാൻ പറഞ്ഞാവും സംവിധായകൻ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങുക. അവിടെ ചെല്ലുമ്പോൾ സിനിമയിൽ ചെറിയൊരു വേഷം കിട്ടിയെന്നിരിക്കും. റെസ്റ്റോറന്റുകളിൽ മാത്രമല്ല, സൺസെറ്റ് ബൊളവാർഡിലെ ഓരോ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ഹോളിവുഡ് സിനിമാ വ്യവസായത്തിന്റെ ഭാഗമാകാമെന്ന പ്രതീക്ഷയോടെ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും എത്തിയിട്ടുള്ളവരാണ്. ഡയറക്ടേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്കയുടെ സ്ഥാപനമാണ് അക്കാണുന്നത്. അവിടെയൊക്കെ താൻ സിനിമ കാണാൻ പോകാറുണ്ടെന്ന് ആലഞ്ചേരി പറയുന്നു. നമ്മുടെ നാട്ടിൽ എന്ന പോലെ ഹോളിവുഡിലും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പല സംഘടനകളുണ്ട്. സംവിധായകർ, എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ, നടീനടന്മാർ, ടെക്നീഷ്യന്മാർ തുടങ്ങി പലരുടെയും സംഘടനകൾ. സിറിയക് ആലഞ്ചേരിയെപ്പോലുള്ള ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവർക്ക് സംഘടനയുടെ ഭാഗമായതുകൊണ്ടാണ് അവസരങ്ങൾ ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഹോളിവുഡ് പ്രദേശം പിന്നിട്ട് കാർ ഇപ്പോൾ സാന്താ മോണിക്ക എന്ന കടൽത്തീര പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനും ലാലുവും ഇവിടെ കാറിൽ നിന്നിറങ്ങിയിരിക്കുകയാണ്. ആലഞ്ചേരി കാറുമായി പാർക്കിങ്ങിലേക്ക് പോയിരിക്കുന്നു. ഇവിടെ പ്രശസ്തമായ ഒരു കടൽപ്പാലമുണ്ട്. അതിലേക്കാണ് ഞങ്ങളുടെ നടത്തം. ഹോളിവുഡിൽ കണ്ടതിന്റെ 10 മടങ്ങ് ജനമുണ്ട് ഇവിടെ. ഇതെല്ലാം വിദേശികളാവണമെന്നില്ല. ഇന്നൊരു ഞായറാഴ്ചയായതിനാൽ നഗരവാസികൾ തന്നെ കടൽ തീരത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ വഴി ഇങ്ങനെ നടക്കുമ്പോൾ പലതരം ജീവിതങ്ങളെ അടുത്ത് കാണാം എന്നതാണ് ഒരു പ്രധാന കാര്യം. വിചിത്രമായ തൊഴിലുകളുമായി ഇറങ്ങിയ ആളുകളെ നടവഴിയോരത്ത് കണ്ടെന്നിരിക്കും. ബീച്ചിന്റെ ഒരു വശത്ത് 100 കണക്കിന് കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. കടലിലേക്ക് തള്ളി നിൽക്കുന്ന പിയറിലാവട്ടെ ഇതാണ് കാഴ്ച. അത് ജനസമുദ്രമായിരിക്കുന്നു. ഒരു കാലത്ത് കപ്പലുകൾ അടുത്തിരുന്ന പിയർ തന്നെയാണിത്. പിന്നീട് ഉപയോഗശൂന്യമായപ്പോൾ ഒരു എന്റർടൈൻമെന്റ് സിറ്റി പോലെ കടൽപ്പാലം മാറിയിരിക്കുന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ നീളമുണ്ട് അതിന്. ഒരു അമ്യൂസ്മെന്റ് ലോകമാണ് ഇന്ന് പിയർ. പിയറിലേക്കും ബീച്ചിലേക്കും എത്തിയവരുടെ വാഹനങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് കടൽപ്പാലത്തിന്റെ രൂപം.
ഉരുക്ക് ഗർഡറുകൾക്ക് മുകളിൽ മരം കൊണ്ടുള്ള സ്ലീപ്പറുകൾ നിരത്തി ആണിവെച്ച് ഉറപ്പിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എത്രയെത്ര കടൽപ്പാലങ്ങളാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നതെന്നാണ് ഇതുവഴി നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. അതൊക്കെ തുരുമ്പെടുത്ത് നശിച്ചതല്ലാതെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറ്റാൻ നമ്മുടെ ഭാവനയ്ക്ക് കഴിഞ്ഞില്ല. കപ്പൽ വരുന്നില്ലെങ്കിൽ കടൽപ്പാലം എന്തിന് എന്നാണല്ലോ നമ്മുടെ ചിന്ത. കപ്പൽ വരുന്നില്ലെങ്കിലും കടൽപ്പാലം ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാര വ്യവസായത്തിന്റെ ഭാഗമാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ. തൊപ്പിക്കച്ചവടക്കാർ മുതൽ വൻകിട റെസ്റ്റോറന്റുകൾ വരെ ഇവിടെയുണ്ട്. എവിടെയും പോലീസിന്റെ സാന്നിധ്യമുണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വാഹനങ്ങളിൽ കറങ്ങുന്ന പോലീസുകാർ മാത്രമല്ല, പിയറിൽ പോലീസിന്റെ സ്ഥിരം പോസ്റ്റുമുണ്ട്. ബെബ്ബാഗം ഷ്രിംപ് കമ്പനി എന്നൊക്കെ ചില സ്ഥാപനങ്ങളുമുണ്ട് ഇവിടെ. പണ്ട് പ്രവർത്തിച്ചിരുന്ന ഷ്രിംപ് കമ്പനിയാണ്. ഇന്നാകട്ടെ സുവനീർ കടയും. പിയറിൽ നിന്നും മരപ്പാലത്തിലൂടെ ബീച്ചിലേക്ക് ഇറങ്ങാം. ബീച്ചിലാകട്ടെ നല്ല തിരക്ക്. താൽക്കാലിക കൂടാരങ്ങളിൽ രാവിലെ മുതൽ പാർക്കുന്നവർ വരെയുണ്ട് ഇവിടെ. കിലോമീറ്ററുകളോളം നീളത്തിൽ കിടക്കുകയാണ് ബീച്ച്. കോവളം പോലുള്ള നമ്മുടെ ബീച്ചുകളിലേക്ക് അമേരിക്കൻ സായിപ്പുമാർ വരുന്നത് അവരുടെ നാട്ടിൽ ബീച്ചുകളില്ലാത്തതുകൊണ്ടാണെന്ന് നമ്മിൽ കുറച്ചുപേരെങ്കിലും ചിന്തിച്ചു കാണുമല്ലോ. നമ്മുടെ നാട്ടിലുള്ളതിലും മനോഹരമായ ബീച്ചുകൾ ഇവിടെ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു ചൈനക്കാരി ഇരിപ്പുണ്ട്. ഇതാണ് പരിപാടി. $5 നൽകിയാൽ ഈ വിധം സുന്ദരമായി കടലാസിൽ പേരെഴുതി കൊടുക്കും. കാലിഗ്രാഫിയിൽ വൈദഗ്ധ്യം നേടിയ പെൺകുട്ടിയാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം ഇവൾക്ക് വിശ്രമിക്കാൻ സമയമില്ലാത്ത വിധം ആളുകൾ ഓർഡർ നൽകുന്നു എന്നതാണ്. ചിത്രങ്ങളും ബോളിവുഡിന്റെ സുവനീറുകളും വിൽക്കുന്ന ചില കടകളും ഇതിനടുത്തു തന്നെയുണ്ട്. വേറൊരു ഭാഗത്ത് ധാരാളം റെസ്റ്റോറന്റുകൾ, കിയോസ്കുകൾ. ഹോട്ട് ഡോഗ് വിൽക്കുന്ന കിയോസ്കാണ് ഇത്. ഗ്രില്ലിന് മുകളിൽ സോസേജ് പൊരിയുന്നു. പലതരം സോസേജ് ഉണ്ട്. ചിക്കൻ, ബീഫ്, സ്പൈസി ആയത് എന്നിങ്ങനെ പലത്. ഞാനും ലാലുവും ഓരോ ഹോട്ട് ഡോഗ് കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പെട്ടെന്നൊന്നും സംഗതി കിട്ടില്ല. ഓർഡർ ചെയ്താൽ ഇവർ ഒരു ടോക്കൺ തരും. അതുമായി ഊഴമെത്തുന്നതും കാത്ത് നിൽക്കുകയേ ഗതിയുള്ളൂ. ജീവിതത്തിൽ ആദ്യമായാണ് ഒരു തട്ടുകടയുടെ മുന്നിൽ ടോക്കണുമായി കാത്തുനിൽക്കുന്നത്. അങ്ങനെ ഓരോ ഹോട്ട് ഡോഗ് നൽകിയ ഊർജവുമായി ഞാനും ലാലുവും പിയറിലൂടെ നടത്തം തുടരുകയാണ്. പിയർ പോലെ പ്രശസ്തമാണ് സാന്താ മോണിക്ക ബീച്ചും. ആഴം കുറഞ്ഞ കടൽ ഭാഗമാണിത്. 5.5 കിലോമീറ്റർ നീളമുണ്ട് ഈ ബീച്ചിന്. ആയിരക്കണക്കിന് ആളുകളാണ് ബീച്ചിൽ ജലക്കേളികളിൽ ഏർപ്പെടുന്നതും സൂര്യസ്നാനം നടത്തുന്നതും. അമേരിക്കയിൽ ധാരാളം ഏഷ്യക്കാരും ആഫ്രിക്കൻ വംശജരുമെല്ലാമുള്ള ഇടമാണ് ലോസ് ആഞ്ചലസ്. എന്നാൽ സാന്താ മോണിക്ക പോലുള്ള ബീച്ചുകളിലൊന്നും അവരുടെ സാന്നിധ്യമില്ലെന്നതാണ് ഞാൻ കാണുന്ന പ്രത്യേകത. വെള്ളക്കാർ മാത്രമാണ് ഇവിടെയുള്ളത്. ബീച്ചിൽ മാത്രമല്ല, റിക്രിയേഷൻ സെന്ററുകളിലും സാമൂഹികമായ ഒത്തുചേരലുകളിലുമെല്ലാം വെള്ളക്കാരുടെ സജീവ പങ്കാളിത്തം ശ്രദ്ധേയമാണ്. അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്പിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണിത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഇവിടെയുണ്ടായിരുന്ന 2 പിയറുകൾ കൂട്ടിച്ചേർത്താണ് ഇന്നത്തെ ഈ വിനോദ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. കടലിനു മുകളിൽ ഉയർത്തിക്കെട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണിതെന്ന് ഓർക്കണം. പണ്ട് കപ്പലുകളും ബോട്ടുകളും അടുത്തിരുന്ന പിയർ. 1980കളിലാണ് പിയർ ഈ വിധം തിരക്കേറിയ ഒരു വിനോദ കേന്ദ്രമായി മാറിയത്. അതിന് കാരണമായതാവട്ടെ ആ വർഷത്തിലെ ശൈത്യകാലവും. ശക്തമായ കാറ്റും മഞ്ഞും തിരത്തള്ളലും കൊണ്ട് അന്ന് പിയറിന്റെ വലിയൊരു ഭാഗം തകർന്നു പോയിരുന്നു. ഇതേ തുടർന്ന് പിയറിന്റെ 3/4 ഭാഗവും പൊളിച്ചുപണിതു. കൂടുതൽ ഷോപ്പുകളും വിനോദ പരിപാടികളും ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. തൊട്ടപ്പുറം ഇക്കാണുന്നതാണ് 2ാമത്തെ പിയർ. 2 പാലങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മധ്യത്തിൽ മറ്റൊരു പാലവും നിർമ്മിച്ചിരിക്കുന്നു. നിരവധിയായ ചലച്ചിത്രങ്ങളിൽ ഈ പിയർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നതാണ് മറ്റൊരു കൗതുകകരമായ അറിവ്.
ടൈറ്റാനിക്, അയൺമാൻ, ഫോറസ്റ്റ് ഗംപ്, ബീൻ, നൈറ്റ് ടൈഡ്, ഫോളിംഗ് ഡൗൺ, ഡാർക്ക് റൈഡ് തുടങ്ങി ചിത്രങ്ങളുടെ പട്ടിക നീളുന്നു. കടലും ആഘോഷ കേന്ദ്രവും ഒത്തുചേരുന്ന ഇത്തരമൊരു ലൊക്കേഷൻ മറ്റധികമില്ലല്ലോ. ധാരാളം കലാകാരന്മാരെയും കടൽപ്പാലത്തിൽ കാണാം. ഷോപ്പിംഗ്, ഭക്ഷണം കഴിക്കൽ, പാട്ട് കേൾക്കൽ, അക്വേറിയവും അമ്യൂസ്മെന്റ് പാർക്കും സന്ദർശിക്കൽ എന്നിങ്ങനെ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാനുള്ള സാധ്യതകളാണ് സാന്താ മോണിക്ക പിയർ സന്ദർശകന് നൽകുന്നത്. കടലിൽ ചൂണ്ടയിട്ട് മീൻപിടിക്കലാണ് ഇവിടെ വരുന്ന വേറൊരു കൂട്ടം സന്ദർശകരുടെ വിനോദം. ഹാർബർ സജീവമായിരുന്ന കാലത്തെ ഓഫീസും മറ്റുമാണ് അങ്ങേയറ്റത്ത് കാണുന്നത്. കടലിലേക്ക് ആഴ്ത്തിയിരിക്കുന്ന ഉരുക്കു തൂണുകളാണ് പാലത്തെ താങ്ങി നിർത്തുന്നതെന്ന് ഈ കാഴ്ച വ്യക്തമാക്കുന്നു. ഇവിടെ ഒരു ഗായകനുണ്ട്. യേശുക്രിസ്തുവിന്റെ വേഷവും മുൾക്കിരീടവും എല്ലാം അണിഞ്ഞിരുന്നാണ് പാട്ട്. കൂളിംഗ് ഗ്ലാസ് വെച്ച യേശുക്രിസ്തു. കൂളിംഗ് ഗ്ലാസ് മാറ്റിയാൽ ഏതാണ്ട് ക്രിസ്തുവിന്റെ രൂപം തന്നെയാണ് ഗായകന്. കടൽപ്പാലത്തിലിരുന്ന് പാട്ടുപാടി ജീവിതത്തിനുള്ള വഴി കണ്ടെത്തുന്നു. ഫോട്ടോ എടുക്കുന്നെങ്കിൽ ടിപ്പ് നൽകാൻ മറക്കരുതെന്ന ബോർഡുള്ളതിനാൽ ഞാൻ $2 ഗായകന് നൽകി. ആൾ നല്ലൊരു കലാകാരനാണ്. പലരും ടിപ്പ് നൽകുന്നുണ്ട്. പാട്ടുപാടി ജീവിക്കുന്ന അഭിനവ ക്രിസ്തുവിനെ പിന്നിട്ട് നടത്തം തുടരുകയാണ്. പഴയകാല ഹാർബർ ഓഫീസാണ് ഇത്. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് കേന്ദ്രവും ഇൻഫർമേഷൻ സെന്ററുമെല്ലാമായി ഇത് പ്രവർത്തിക്കുന്നു. ഹാർബർ സജീവമായിരുന്ന കാലത്ത് ഇവിടുത്തെ ദിനചര്യകൾ മറ്റൊരു രീതിയിലായിരുന്നിരിക്കാം. ഹാർബർ തൊഴിലാളികളും കപ്പൽ തൊഴിലാളികളും ചരക്ക് നീക്കം ചെയ്യുന്നവരും ഇടനിലക്കാരുമെല്ലാം ആയിരുന്നിരിക്കാം അന്ന് ഇതുവഴിയെല്ലാം നടന്നിരുന്നത്. ഇവിടെ വിശാലമായൊരു ഭാഗമുണ്ട്. വലിയ പെർഫോമൻസുകൾക്ക് വേദിയാവാറുള്ള ഇടമാണ്. സിനിമാ ചിത്രീകരണം കൂടുതലായി നടക്കുന്നതും ഇവിടെ തന്നെ. പിയറിന്റെ ഒരു ഭാഗത്ത് നിരവധി ആളുകൾ ചൂണ്ടയിട്ട് നിൽക്കുന്നു. ഇരകോർത്ത ചൂണ്ട കടലിലേക്കിട്ട് അവരങ്ങനെ കാത്തുനിൽക്കുന്നു. പിയറിന്റെ ഈയൊരു ഭാഗം ചൂണ്ടക്കാർക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ്. ചൂണ്ട വാടകയ്ക്ക് നൽകുന്ന കേന്ദ്രവും അവിടെയുണ്ട്. പലതരം ആളുകൾ, പട്ടിയുമായി വന്നവർ, ഒഴിവു സമയം ചെലവഴിക്കാൻ പിയറിലേക്കിറങ്ങിയ പട്ടണവാസികൾ. ഇവിടെ ഇതാ മറ്റൊരു കലാകാരൻ. ലാറ്റിൻ അമേരിക്കയിൽ നിന്നോ കരീബിയൻ നാട്ടിൽ നിന്നോ ഇവിടേക്ക് കുടിയേറി വന്നയാളാവാം. ഇംഗ്ലീഷിൽ തന്നെയാണോ പാട്ടെന്ന് സംശയമുണ്ട്. കുറച്ചാളുകളെയുള്ളൂ ആസ്വാദകരായി. എങ്കിലും പാട്ടുകാരൻ ആവേശത്തിലാണ്. പിയറിലെ ഗാലറിയിൽ കയറി നിന്നുകൊണ്ട് ഞാൻ സാന്താ മോണിക്ക പിയറിന്റെ ഒരറ്റം പൂർണ്ണമായൊന്ന് കാണുകയാണ്. പിയറിന്റെ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഒരു കപ്പലിന്റെ ഡെക്കിൽ നിന്നോണം ആളുകൾ പിയറിന്റെ വക്കിൽ നിന്ന് കടൽ കാണുകയാണ്. കലാകാരൻ പാട്ട് തുടരുന്നു. അത് ക്യാമറയിൽ പകർത്തിക്കൊണ്ട് കുറച്ചുനേരം ഇവിടെ നിൽക്കുകയാണ്. വിശ്രമം അവസാനിപ്പിച്ച് പിയറിലൂടെ മടക്കം. ഇനി ദീർഘമായ യാത്രകൾ തന്നെയുണ്ട് ഞങ്ങൾക്ക്. ലോസ് ആഞ്ചലസിന്റെ ഡൗൺ ടൗൺ ഏരിയയിൽ ഒന്ന് പോകണം. അവിടുത്തെ വിശേഷപ്പെട്ട കാഴ്ചകൾ ക്യാമറയിലാക്കണം. വ്യത്യസ്തമായ കാഴ്ചകൾ തേടി അമേരിക്കയിലൂടെ ലാലുവുമൊത്തു നടത്തുന്ന യാത്രയുടെ ആദ്യ ദിനമാണിന്ന്. അമേരിക്കയുടെ ഇത്തരം കേന്ദ്രങ്ങളെല്ലാം ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് സമ്മാനിക്കുക. കണ്ടുമുട്ടുന്നവരെല്ലാം സന്തോഷചിത്തരാണെന്നതാവാം അതിനൊരു കാരണം. 10,000-കണക്കിന് ആളുകളിൽ നിന്ന് പ്രസരിക്കുന്ന ആ പോസിറ്റീവ് എനർജി അനുഭവിച്ചുകൊണ്ട് നടക്കുക എന്നത് ഒരനുഭവം തന്നെയാണ്.
വലിയ അത്ഭുതങ്ങളൊന്നും ഇവിടെയില്ല. ഈ ഒഴുകുന്ന ജനം തന്നെയാണ് ഇവിടുത്തെ യഥാർത്ഥ അത്ഭുതമെന്ന് തോന്നിപ്പോകുന്നു. കുറച്ചു ദൂരം നടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ കടന്നു വന്ന വഴിയുടെ കാഴ്ചയാണിത്. പിയറിൽ നിന്നും യാത്ര തുടരണം.